നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വൺ ഹാൻഡ്രഡ് ലൈഫ് എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നെത്തോലി തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1/2 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട്. മുള്ളൊക്കെ ഊരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, അതേപോലെ കുറച്ച് ഉള്ളി, ഇത്രയാണ് നമ്മൾ ഇതിൽ അരപ്പ് ചേർക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചട്ടി എടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കാം, കുറച്ച് വറ്റൽമുളക് ഇടാം, കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിക്കാം. കറിവേപ്പില നല്ല മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുള്ളൊക്കെ ഊരി സെറ്റാക്കി വെച്ചേക്കുന്ന കഴുകി വൃത്തിയാക്കിയ നെത്തോലി എന്ന് നമ്മളിവിടെയൊക്കെ പറയുന്ന കേട്ടോ, നെത്തോലി മീൻ അതിലോട്ട് തട്ടി കൊടുക്കാം. ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലോട്ട് കുറച്ച് സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിലോട്ട് തട്ടി കൊടുക്കാം. അപ്പം നെത്തോലിയൊക്കെ വെന്ത് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വറ്റി നല്ല തോരൻ പരുവത്തിനായി കിട്ടണം. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പ്, പുളി ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ല രീതിയിലൊന്ന് വരട്ടി നല്ല ഡ്രൈ പരുവത്തിൽ, അതായത് തോരൻ്റെ പരുവത്തിൽ നമ്മളിത് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഏകദേശം റെഡി. എൻ്റെ ഫൈനൽ ലുക്ക് ഒക്കെ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇങ്ങനെ നമ്മളെ നെത്തോലി തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറെ പരിശ്രമത്തിനൊടുവിൽ നമ്മളൊരു നെത്തോലി തോരൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. പിന്നെ ഈ മുള്ളു ഊരാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നൈസായിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.